നമസ്കാരം. ക്യാമ്പസുകളൊക്കെ തുറക്കാറായി. ഇന്ന് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണത്തെ പറ്റി തന്നെയാണ്. സിദ്ധാർത്ഥൻ്റെ ശുദ്ധിമുറിയിലെ മരണം. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയുണ്ടായി. നമ്മുടെ കോളേജുകളിൽ അരങ്ങേറുന്ന ക്രൂരവും പൈശാചികമായ മർദ്ദനമുറകളോടെയുള്ള റാഗിംഗ് പലപ്പോഴും പരിസമാപ്തിയിലെത്തുന്നത് നിസ്സഹായരായ വിദ്യാർത്ഥിയുടെ മരണമോ മരണത്തിന് സമാനമായ മാനസികാവസ്ഥയിലോ റാഗിങ്ങിന് വിധേയമാകുന്ന വിദ്യാർത്ഥി എത്തിപ്പെടുമ്പോഴാണ്. സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ അഗാധമായൊരു ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയൊരു ക്യാമ്പസ് റാഗിംഗ് ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട്. കേരളത്തിലെ ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാർ അഭിനയിച്ച് ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ ക്യാമ്പസ് റാഗിങ്ങിനെ പറ്റിയും പ്രതിപാദിച്ചു പോകുന്ന പ്രമേയമായിട്ടുള്ള ഒരു സിനിമയുണ്ട്. KG ജോർജ് സംവിധാനം ചെയ്ത ഇരകൾ എന്നതായിരുന്നു ആ സിനിമ. ഗണേഷ് കുമാർ അഭിനയിച്ച ബേബി എന്ന കഥാപാത്രം ഒരു സൈക്കോ ആണ് ഈ സിനിമയിൽ കാണപ്പെടുന്നത്. വയലൻസ് ഏറെ ഇഷ്ടപ്പെടുന്ന, രക്തം കണ്ടാൽ അറയ്ക്കാത്ര, 1 2 3 പറഞ്ഞ് കൊല നടത്തുന്ന ഒരു കഥാപാത്രം. ഇത്തരം സൈക്കോകൾ നമ്മുടെ രാഷ്ട്രീയ ഭരണമേഖലയിൽ എന്ന പോലെ കുട്ടി രാഷ്ട്രീയത്തിലും കാണാവുന്നതാണ്. ആശ്രയെ പോലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ ഇത്തരം സൈക്കോകളാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളതും ആണ്. പക്ഷേ നമ്മുടേത് ഒരു ജനാധിപത്യമാണല്ലോ. റാഗിങ്ങിൻ്റെ തീവ്രതയും സൈക്കോകളായ ഇവരുടെ ജീവിത പശ്ചാത്തലവും വിവരിക്കുന്ന ഈ സിനിമ എന്നെപ്പോലെ പലരെയും ഏറെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ആൻറ്റി റാഗിംഗ് സെമിനാർ നടക്കുകയാണ്. ഏതാണ്ട് നല്ലൊരു വിദ്യാർത്ഥി സമൂഹം അവിടെ എത്തിയിട്ടുണ്ട്. ജൂനിയർ വിദ്യാർത്ഥികളാണ് കൂടുതലുമെന്ന് അവരുടെ മുഖഭാവം കണ്ടാലറിയാം. അവർ കലപില കൂട്ടിക്കൊണ്ടിരുന്നു. അടുത്തത് ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രസംഗമാണ്. മൈക്കിലൂടെ വിദ്യാർത്ഥികളോട് നിശബ്ദരായിരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ വിളിച്ചു പറയുന്നുണ്ട്. പോലീസ് മേധാവി ക്യാമ്പസിൽ റാഗിംഗ് അരങ്ങേറിയാൽ നടപ്പാക്കുന്ന വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന നിയമപ്രകാരമുള്ള ശിക്ഷയെക്കുറിച്ചൊക്കെ സംസാരിച്ച് വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തി റാഗിങ്ങിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ സമയത്തും വിദ്യാർത്ഥികളുടെ കലപില ശബ്ദത്തിന് കുറവുണ്ടാകാതിരിക്കാൻ മൈക്കിലൂടെ നിശബ്ദരായിരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇതൊരു പഴയ കഥയാണെങ്കിലും രസകരമെന്ന് പറയട്ടെ, ആ സമയത്ത് വിദ്യാർത്ഥി സംഘടന യൂണിറ്റ് സെക്രട്ടറി കയറി വരികയും ചുണ്ടിൽ കൈവച്ച് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിക്കുകയും ചെയ്തു. അതോടെ സൂചി വീണാൽ പോലും ശബ്ദം കേൾക്കുന്ന നിശബ്ദതയായി സദസ്സ്. അത്തരമൊരു വിധേയത്വമോ ഭയപ്പാടോ ആണ് വിദ്യാർത്ഥികളെ ഇന്ന് ക്യാമ്പസുകളിൽ നയിക്കപ്പെടുന്നത് എന്ന് പറയാതെ വയ്യ. രാജഭരണകാലത്ത് പോലും കണ്ടിരിക്കാൻ വഴിയില്ലാത്ത ഇത്തരം വിധേയപ്പെട്ട വിദ്യാർത്ഥികളുടെ മനസ്സും ഭയപ്പാടുള്ള വിദ്യാർത്ഥികളുടെ മനസ്സും കേരള സമൂഹത്തെ എവിടേക്കാണ് എത്തിക്കുക എന്നത് കേരള സമൂഹം ആത്മപരിശോധന നടത്തേണ്ട സമയം കൂടിയാണ് ഈ സിദ്ധാർത്ഥൻ്റെ മരണത്തോടുകൂടി ഉള്ളത്. സിദ്ധാർത്ഥൻ വെറ്റിനറി 2ാം വർഷ വിദ്യാർത്ഥി നടുമുറ്റത്ത് ക്യാമ്പസിൻ്റെ നടുമുറ്റത്ത് 100-ലധികം വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വച്ച് വിവസ്ത്രനാക്കപ്പെട്ട് ഒരു കൂട്ടം സൈക്കോകളാൽ മർദ്ദിക്കപ്പെടുന്നത് രാജസദസ്സിൽ വ്യവസ്ഥയാക്കപ്പെട്ട പാഞ്ചാലിയേക്കാൾ ക്രൂരമായിരുന്നു എന്ന് പറയാതെ വയ്യ. നമ്മുടെ സംസ്ഥാനമായ കേരളം മാറേണ്ടിയിരിക്കുന്നു. യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ രക്തവർണ്ണവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. നൂറ്റാണ്ടുകളായി പൂർവികർ പടുത്തുയർത്തിയ
ക്യാമ്പസുകളിലെ ഉയർന്ന ചിന്തകളെയും ഉയർന്ന അക്കാഡമിക് താല്പര്യങ്ങളെയും ക്യാമ്പസുകൾ രക്തവർണ്ണവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ വഴി തടസ്സമായിരിക്കുകയാണ്. ഇപ്പോഴത്തെ സർവകലാശാലകളിലെ അധ്യാപക നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ പോലുള്ള ഏതെങ്കിലും ഏജൻസികളെ ഏൽപ്പിക്കുക, സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് രാഷ്ട്രീയമോ സംഘടനാ രാഷ്ട്രീയമോ ആയോ ബന്ധമുള്ളവരെ നിയമിക്കാതിരിക്കുക, റാഗിംഗ് നടത്തുന്ന സൈക്കോകൾക്ക് സമൂഹത്തിൻ്റെ നല്ല ഭാവി പരിഗണിച്ച് തുടർ പഠന അവസരം നിഷേധിക്കുക, വിദ്യാർത്ഥികൾ നേതാക്കളോട് അടിമകളെപ്പോലെ വിധേയരാകാത്തവരും ഭയപ്പാടില്ലാത്ത നിർഭയരുമായി വളരാനും പഠിക്കാനും അവസരമൊരുക്കി അവരുടെ ഭാവി ശോഭനമാക്കുക എന്നതുമാണ് നാളെകളുടെ കരുത്തുറ്റ ബാക്കി വാഗ്ദാനങ്ങളെ സൃഷ്ടിക്കാനുള്ള വഴികൾ എന്ന് കേരളം തിരിച്ചറിയുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക.